എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഡയറി മിൽക്കിൻ്റെ കവർ വെച്ചിട്ടുള്ള നല്ലൊരു ഐഡിയ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ 2-3 ദിവസങ്ങളൊക്കെ ആയി വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഓണത്തിൻ്റെ തിരക്കൊക്കെ അല്ലായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചു. ഒരു 2-3 ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഈ വീഡിയോസും അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ അങ്ങോട്ട് ഓണാവട്ടെ എന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണും കേട്ടോ. ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. വീഡിയോ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തന്നെ ഒരു ഇഷ്ടം തോന്നുന്ന കവറാണ് ഡയറി മിൽക്കിൻ്റെ അല്ലേ. നല്ലൊരു കളറാണ് വയലറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് സ്ക്വയർ ഷേപ്പുകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല, ഏകദേശം റഫായിട്ട് ഒരേ വലുപ്പത്തിൽ കറക്റ്റായിട്ട് കിട്ടിയാൽ കൂടുതൽ നല്ല കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ അളവൊന്നും എടുക്കാണ്ട് വെറുതെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വയലറ്റ് കളറിലുള്ളതും സിൽവർ കളറിലുള്ളതും കുറച്ച് വേണം. വയലറ്റ് കളറിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു എഴുതിയിട്ടുള്ളതൊന്നും വരാത്ത ഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. അതുപോലെ സിൽവർ കളർ പിന്നെ പ്രശ്നമില്ല, ബാക്ക് സൈഡ് അല്ലേ, അപ്പോൾ പിന്നെ എഴുത്തൊന്നും വരില്ലല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് കളക്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തത് വേണ്ടത് ഇതുപോലത്തെ ഒരു കുപ്പിയാണ്. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തിട്ട് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കളറ് ബേസ് കോട്ട് കൊടുത്തിട്ട് എടുക്കാം കേട്ടോ. അതിന് മാച്ച് ആവുന്ന രീതിയിൽ വേണം. ഇതിപ്പോൾ ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തതാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് പശ തേച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ക്വയേഴ്സ് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഫെവിക്കോൾ ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ ആദ്യം ഒരു വയലറ്റ് ഒട്ടിക്കുക, പിന്നെ ഒരു സിൽവർ കളർ, അങ്ങനത്തെ ഒരു രീതിയിലാണ്. അപ്പോൾ വയലറ്റ് നിങ്ങൾക്ക് ക്യാമറയിൽ അത്ര കാണുന്നില്ല, എന്താ വെച്ചാൽ ബ്ലാക്കിലാണല്ലോ ഒട്ടിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം ഒരു വയലറ്റ്, പിന്നെ ഒരു സിൽവർ കളർ, ആ ഒരു രീതിയിൽ കേട്ടോ. പിന്നെ ഞാൻ അടുത്ത ലൈനിൽ 2 എണ്ണത്തിൻ്റെ നടുവിൽ ഒരെണ്ണം വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഒട്ടിക്കുന്നത്. അപ്പോൾ 2 എണ്ണത്തിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അവിടെ കണ്ടില്ലേ, ഒരെണ്ണം ഒട്ടിക്കുക, അങ്ങനെ ആ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ മോൾ ഭാഗം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ താഴെ ഭാഗത്ത് ഒട്ടിക്കുക കേട്ടോ. ഒരു 5 ലൈൻ മുകളിൽ ഒട്ടിച്ചു, ബാക്കി താഴെ. ഇനി ഇതുപോലെ കുറച്ചുകൂടെ പീസ് കട്ട് ചെയ്തിട്ട് ഞാൻ സൈഡിൽ ഇതുപോലത്തെ ഒരു പാറ്റേണിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ് കേട്ടോ. അത് ഈ സൈഡിലും ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒരു ഡിസൈൻ ആയില്ലേ. ഇനി നമുക്ക് സൈഡിൽ വെക്കാനായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പും കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഹാർട്ട് ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ ഹാർട്ട് ഷേപ്പ് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഹാർട്ട് ഷേപ്പ് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ കുറച്ച് എളുപ്പമാണല്ലോ. പിന്നെ ഞാൻ ഇതിൻ്റെ നടുവിൽ ഒരു ചെറിയ ഹാർട്ടും കൂടെ വെച്ചിട്ട് സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലൊക്കെ നല്ല ഭംഗിയിലുള്ള ഫ്ലവർ പോലെയൊക്കെ കട്ട് ചെയ്ത് വേണമെങ്കിൽ വെക്കാം. ഇനി ഞാൻ ഇതിൻ്റെ നെക്കിലും ഇതുപോലത്തെ ഒരു സ്ട്രിപ്പ് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കണ്ടോ. ഇനി അതും കൂടെ ഇതിൽ ഒട്ടിക്കാം. ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഞാനൊരു ചെറിയ മുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്നോട് എപ്പോഴും റിക്വസ്റ്റ് വരുന്നതാണ് സിമ്പിളായിട്ടുള്ളത് ചെയ്യുമെന്ന്. അപ്പോൾ ഇതിനേക്കാൾ സിമ്പിളായിട്ട് ഒരെണ്ണം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് എളുപ്പമല്ലേ. നല്ല സിമ്പിളായിട്ടുള്ള ഈ ഒരു കൊച്ചു ബോട്ടിൽ ആർട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും കാണുന്ന സമയത്ത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആ ഒരു വയലറ്റ് ഷെയ്ഡ് അധികം കിട്ടുന്നില്ല ക്യാമറയിൽ. ഇതിൽ നമുക്ക് അധികം മെറ്റീരിയൽസ് ഒന്നും ആവശ്യമില്ല. പിന്നെ ആ ഒരു ബേസ് കോട്ട് കൊടുക്കാനുള്ള ബ്ലാക്ക് കളർ വേണം. പിന്നെ ഒരു 2 കവറൊക്കെ മതിയാവുമെന്ന് തോന്നുന്നു നമ്മുടെ ആ ഒരു ഡയറി മിൽക്കിൻ്റെ. അപ്പോൾ ഇനി ഡയറി മിൽക്ക് കഴിക്കുമ്പോൾ എല്ലാവരും എടുത്തു വെച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരണം. പിന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. പിന്നെ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ തന്നെ ഡാർക്ക് ഫാൻറ്റസീൻ്റെ കവർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. അത് ബോട്ടിൽ ആർട്ടല്ല, നല്ലൊരു ഓർഗനൈസറാണ്. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞ വീഡിയോ ആണ്. കാണാത്തവർ കണ്ടു നോക്കുക. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.